കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. 2 മണ്ഡലങ്ങളിൽ രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ കർണാടകയിലോ വയനാട്ടിലോ മത്സരിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ച ചെയ്യാതെ തന്റെ തീരുമാനം രാഹുൽ മറ്റ് നേതാക്കളെ അറിയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ മൂലം പ്രചരണ രംഗത്ത് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. അതിനാൽ ഉടൻ തീരുമാനം വേണമെന്ന് കെപിസിസി നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 2 മണ്ഡലങ്ങളിൽ രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ കർണാടകയിലോ വയനാട്ടിലോ മത്സരിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തേക്കും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ച ചെയ്യാതെ തന്റെ തീരുമാനം രാഹുൽ മറ്റ് നേതാക്കളെ അറിയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ മൂലം പ്രചരണ രംഗത്ത് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് ചേരുകയാണ്. ശരത്, രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രചരണ രംഗത്ത് കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രഖ്യാപനം വന്നേക്കുമോ? വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ ഇത് 5ാം ദിവസമാണ്. ഏതായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളൊക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദൂരീകരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ വെച്ചു പുലർത്തുന്നത്. കാരണം നിലവിൽ നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ദേശീയ നേതൃത്വത്തോട് ഉടൻ പ്രഖ്യാപനം നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസിന് ഇനിയും സമ്മർദ്ദത്തിൽ സംസ്ഥാന നേതൃത്വത്തെ ആക്കാത്ത രീതിയിലുള്ള പ്രഖ്യാപനത്തിന് ഇന്ന് തയ്യാറാകുമെന്നുള്ള സൂചനയാണ് കാണുന്നത്. ഏതായാലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു വ്യക്തത രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ദക്ഷിണേന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിൽ ആദ്യം തീരുമാനമെടുക്കണം. അങ്ങനെ മത്സരിക്കാൻ സന്നദ്ധമാവുകയാണ് രാഹുൽ ഗാന്ധി എങ്കിൽ മാത്രമേ ഏത് മണ്ഡലത്തിൽ മത്സരിക്കണം, ഏത് സംസ്ഥാനത്തിൽ മത്സരിക്കണം എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ ഉയരുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും കെപിസിസി ആവശ്യപ്പെടുന്നത് വയനാട് മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നുള്ളതാണ്. അതേസമയം തന്നെ കർണാടകയിലെ പിസിസി ആവശ്യപ്പെടുന്നതാകട്ടെ കർണാടകയിൽ അദ്ദേഹം മത്സരിക്കണമെന്നുള്ളതും ധാർവാഡ്, ബിഹാർ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നുമിലും മത്സരിക്കണമെന്നുള്ള ചർച്ചകളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എവിടെയാണോ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ താല്പര്യം അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ള നിലപാടാണ് കർണാടക പിസിസിയുടെ ഭാഗത്ത് നിന്നുമുള്ളത്. ആ രീതിയിൽ 2 സംസ്ഥാനങ്ങളും ഇപ്പോഴും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ മറ്റ് ഏത് മണ്ഡലം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റൂ. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിജെപിക്കെതിരായി നേർക്കുനേർ പോരാട്ടം നടത്തേണ്ടുന്ന ഒരു സാഹചര്യം വയനാട്ടിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു ചർച്ചകൾ എത്രത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് കൂടി രാഹുൽ ഗാന്ധി പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ദില്ലിയിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുണ്ട്. അദ്ദേഹം വിവിധ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവുമുണ്ട്. കോൺഗ്രസിന്റെ ആ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകളൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല എങ്കിൽ സ്വയം രാഹുൽ ഗാന്ധിക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും അനിശ്ചിതത്വം കൂട്ടിക്കൊണ്ടുപോകാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് ഇന്ന് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. വടകര മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വവും ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടക്കാത്തത് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം മാത്രമാണ് എന്നുള്ള ഒരു അവകാശവാദമാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കോൺഗ്രസിന്റെ ദേശീയ വക്താവായ രൺദീപ് സിംഗ് സുർജേവാല മാധ്യമങ്ങളെ കാണുന്നത്. ആ ഘട്ടത്തിൽ ഏതായാലും ഈ ചോദ്യങ്ങൾ വീണ്ടും ഉയരും. വടകര മണ്ഡലത്തിൽ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചപ്പോൾ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ AICC തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് കൃത്യമായൊരു മറുപടി വടകര സീറ്റുമായി ബന്ധപ്പെട്ടുള്ള അതിൽ പ്രതീക്ഷിക്കാം. രേഷ്മ.
ശരത്, മറ്റൊരു കാര്യം കൂടി, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ മുതൽ തുടങ്ങുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി ഒരു പ്രചരണ രംഗത്തിറങ്ങാൻ UDF-ന് കേരളത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതും കൂടി ശ്രദ്ധേയമാണ്. ഇത് ഏത് രീതിയിലായിരിക്കും ഇവരുടെ പ്രചരണത്തെയൊക്കെ ബാധിക്കുന്നത്? കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രചരണം ആകെ തന്നെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വയനാട്, വടകര ഉൾപ്പെടെ 20 മണ്ഡലങ്ങളിലും നേരത്തെ തീരുമാനിക്കപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അവരുടെ പ്രചരണം മന്ദഗതിയിലാക്കുന്ന രീതിയിലേക്ക് ഒരു രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിഷയം മാറിയിട്ടുണ്ട്. രാഹുൽ മത്സരിക്കുമോ ഇല്ലയോ എന്നതിലുള്ള അനിശ്ചിതത്വം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം പ്രചരണ രംഗത്തേക്ക് കടന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അത് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇനി 10-20 ദിവസത്തിനകം ഈ ഒരു പ്രതിസന്ധിയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് എത്തരത്തിൽ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉള്ള അഭ്യൂഹങ്ങൾ, അതുപോലെ തന്നെ പ്രതിസന്ധികൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തോട് വയനാട്, മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട് DCകൾ ഇത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഉടൻ നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏതായാലും ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം വരുന്നതോടുകൂടി തൽക്കാലമെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ അത് വലിയ തിരിച്ചടി. ഇപ്പോൾ ഈ ഒരു പ്രചരണം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട നേട്ടം അത് നേരെ വിപരീതമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാരണം വലിയ ആവേശത്തോടുകൂടി, അമിത ആത്മവിശ്വാസത്തോടുകൂടി ഇത്തരമൊരു പ്രചരണവും പ്രഖ്യാപനത്തിന്റെ സ്വഭാവത്തിലുള്ള വാർത്താ സമ്മേളനവും ഒക്കെ തന്നെ നടത്തിയ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ നേതാക്കന്മാരൊക്കെ ഈ തിരിച്ചടി ഏൽക്കേണ്ടി വരും. അത് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. 2 മണ്ഡലങ്ങളിൽ രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ കർണാടകയിലോ വയനാട്ടിലോ മത്സരിക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കും. വിവരങ്ങളാണ് ശരത് നൽകിയത്.